വെൽക്കം ടു സൈലം ടെക്നിക്കൽ ഓൺലി ഫോർ എഞ്ചിനീയേഴ്സ്. നമ്മള് LSTDAയിലെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യായിരുന്നു. പാർട്ട് 1-ൽ ഓൾറെഡി 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ബാക്കിയുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ നിന്നും 10 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. മിനിമം 10 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും, അത് ഉറപ്പാണ്. LSTDAയിലെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിലെ ബാക്കിയുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് മുമ്പുള്ള 5 ക്വസ്റ്റ്യൻസ് നേരത്തെ പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി ക്വസ്റ്റ്യൻ ഇതാ നിങ്ങളുടെ മുന്നിൽ. പോപ്പുലേഷൻ ഇക്വാലന്റ് ഈസ് എ മെഷർ ഓഫ്. പോപ്പുലേഷൻ ഇക്വാലന്റ് ഈസ് എ മെഷർ ഓഫ് എന്നാണ് ചോദ്യം. പോപ്പുലേഷൻ ഗ്രോത്ത്, പ്യൂരിറ്റി ഓഫ് ദ വാട്ടർ, സ്ട്രെങ്ത് ഓഫ് ദ സീവേജ്, നൺ ഓഫ് ദി അബവ്. തിയറി പറയാം, കുറച്ച് അഡീഷണൽ പോർഷൻസുകൾ പറയാം, പോയിന്റുകൾ പറയാം, എന്നിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. എന്താണ് പോപ്പുലേഷൻ ഇക്വാലന്റ്? വാട്ട് യു മീൻ ബൈ പോപ്പുലേഷൻ ഇക്വാലന്റ് എന്ന് പറഞ്ഞാൽ എന്താകുന്നു? നിങ്ങൾ പറയൂ, കുറച്ച് നേരം വേണമെങ്കിൽ ഞാൻ പറയാം. നോക്കിയേ, നിങ്ങളുടെ നാട്ടിൽ ഒരു കാട്ടിലല്ല, ഒരു നാട്ടിൽ ഏതോ ഒരു നാടാണ്, അവിടെ ഒരു ഇൻഡസ്ട്രി ഉണ്ട്. ലെറ്റ്സ് സേ ആ നാട്ടിലെ ആ പറഞ്ഞ ഇൻഡസ്ട്രി ഒരു ദിവസം ഒരു 1000 കിലോഗ്രാം പെർ ഡേ, അതായത് പെർ ഡേ ഒരു ദിവസം ഇത്രയും വേസ്റ്റ് ആണ് അത് പുറന്തള്ളുന്നത്. ലെറ്റ്സ് സേ, യൂണിറ്റ് ശ്രദ്ധിക്കണ്ട, ഒരു ഇൻഡസ്ട്രി, ഒരു നാട്ടിലെ ഏതോ ഒരു ഇൻഡസ്ട്രിയാണ്, അത് ദിവസം പുറന്തള്ളുന്നത് 1000 കിലോഗ്രാം ഓഫ് വേസ്റ്റ് ആണ്. അതായത് 1000 കിലോഗ്രാം പെർ ഡേ വേസ്റ്റ് ആണ്. വേസ്റ്റ് അതേ നാട്ടിലെ ഒരു വ്യക്തി, ഒരു പർട്ടിക്കുലർ പേഴ്സൺ, നമ്മളൊരു ഇൻഡിവിജ്വൽ പേഴ്സൺ, ഓരോരുത്തരെ നോക്കുകയാണെങ്കിൽ വൺ പേഴ്സൺ പുറന്തള്ളുന്ന വേസ്റ്റ് ലെറ്റ്സ് സേ 10 കിലോഗ്രാം പെർ ഡേ ആണ്. അതേ നാട്ടിലെ ഒരു വ്യക്തി പുറത്തേക്ക് പോകുന്ന വേസ്റ്റ് എത്രയാണ്? പുറന്തള്ളുന്ന വേസ്റ്റ് എത്രയാണ്? 10 കിലോഗ്രാം പെർ ഡേ ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയൽ വേസ്റ്റിന് ഇക്വാലന്റ് ആയിട്ട് എത്ര ആളുകൾ അവിടെ വേസ്റ്റ് പുറന്തള്ളണം? ഈ ഒരു ഇൻഡസ്ട്രി പുറന്തള്ളുന്ന അത്ര തന്നെ വേസ്റ്റ് പുറന്തള്ളാൻ എത്ര ആളുകൾ വേണ്ടി വരും? ഇത്തരത്തിൽ എത്ര ആളുകൾ വേണ്ടി വരും? സിമ്പിൾ അല്ലേ? 4ാം ക്ലാസ് കുസ്തിയല്ലേ? മൊത്തം വേസ്റ്റ് എത്രയാണ്? 1000 കിലോഗ്രാം പെർ ഡേ ആണ്. യെസ്, ആൻഡ് ഓരോരുത്തരും ഒരു പേഴ്സൺ പുറത്തു തള്ളുന്ന എത്രയാണ്? 10 കിലോഗ്രാം പെർ ഡേ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ നമ്പർ ഓഫ് പീപ്പിൾ വിൽ ബി ഈക്വൽ ടു മൊത്തം ഡിവൈഡ് ബൈ ഒരാള്. ദാറ്റ് ഈസ് ഈക്വൽ എത്ര വരിക? ഈ സ്ഥലത്ത് 100 നമ്പർ ഓഫ് ആളുകൾ പുറന്തള്ളുന്ന വേസ്റ്റിന് ഈക്വൽ ആണ്. ഈ സ്ഥലത്ത് 100 ആളുകൾ പുറന്തള്ളുന്ന വേസ്റ്റിന് ഈക്വൽ ആണ് ആ പർട്ടിക്കുലർ ഇൻഡസ്ട്രി പുറന്തള്ളുന്ന വേസ്റ്റ്. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ നമ്മുടെ ആവശ്യം? ആ ഒരു പർട്ടിക്കുലർ നാട്ടിൽ ഇത്തരത്തിലൊരു ഇൻഡസ്ട്രി വരണമെങ്കിൽ അവര് ആ വേസ്റ്റിനെ ട്രീറ്റ് ചെയ്യാനുള്ള യൂണിറ്റ്സും അവിടെ ഉണ്ടാക്കിയിരിക്കണം. അല്ലാതെ അവർക്ക് ആ ഇൻഡസ്ട്രി അവിടെ തുടങ്ങാൻ പറ്റില്ല. കാരണം ഇത് ആളുകളെ ബാധിക്കും. ക്ലിയർ അല്ലേ? സോ എന്താണ് പോപ്പുലേഷൻ ഇക്വാലന്റ്? നോക്കിയേ, ഒന്ന് വായിച്ചേ. The number of individual releasing BOD of domestic sewage. BOD എന്താണെന്ന് കണ്ടു തരാം. നോക്കിയേ, എന്താണ് BOD? നമ്മൾ പുറന്തള്ളുന്നത് എന്താണ്? വേസ്റ്റ് അല്ലേ? വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ ഏറ്റവും തലവേനുള്ള കാര്യം എന്താണ്? ഓർഗാനിക് മാറ്റർ ആണ്. ഓർഗാനിക് മാറ്റർ ഞാൻ OM എന്ന് എഴുതിയിരിക്കുകയാണ്. എവിടെയൊക്കെ ഓർഗാനിക് മാറ്റർ ഉണ്ടോ അവിടെയൊക്കെ ആര് വരും? മൈക്രോ ഓർഗാനിസംസ് വരും. അവരുടെ ഫുഡ് കാർബൺ ആണ്. കാർബൺ അടങ്ങിയിരിക്കുന്ന സാധനമാണ് ഓർഗാനിക് മാറ്റർ. സോ എവിടെയൊക്കെ കാർബൺ ഉണ്ടോ അവിടെയൊക്കെ മൈക്രോ ഓർഗാനിസം വരും. ഫുഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോകൂലേ? അതേപോലെ മൈക്രോ ഓർഗാനിസത്തിന്റെ ഫുഡാണ് കാർബൺ. ഈ കാർബൺ അബണ്ടന്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഒരു മാറ്റർ ആണ് ഓർഗാനിക് മാറ്റർ. സോ ഓർഗാനിക് മാറ്റർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ മൈക്രോ ഓർഗാനിസം വരും. ആൻഡ് മൈക്രോ ഓർഗാനിസിന് ഓർഗാനിക് മാറ്ററിനെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഓക്സിജന്റെ ആവശ്യമാണ്. It can only decompose the organic matter, yes, using oxygen ആണ്. ആ ഓക്സിജന്റെ ഡിമാൻഡിനെയാണ്, എത്രത്തോളം ഡിമാൻഡ് ഉണ്ട് എന്ന് പറയുന്ന പാരാമീറ്റർ ആണ് BOD. അതായത് ഒരു തരത്തിൽ വേസ്റ്റ് എന്ന് നിങ്ങൾ പറയുന്ന സ്ഥാനത്ത് BOD എന്ന് പറഞ്ഞൂടെ? വേസ്റ്റ് എന്ന് പറയുന്ന വാക്കിന് പകരം നിങ്ങൾക്ക് BOD എന്ന് പറയുന്ന പാരാമീറ്റർ യൂസ് ചെയ്താൽ മതി. സിമ്പിൾ ആയിട്ട് അങ്ങനെയാണ്. ഓക്കെ, ഇനി ഡെഫിനിഷൻ വായിച്ചേ. The number of individuals releasing BOD, അതായത് വേസ്റ്റ്. Okay, so number of individuals releasing the BOD of domestic sewage to that released by the industry is called population equivalent. The number of individuals
releasing the BOD of domestic sewage comparing to the BOD released by an industry is called population equivalence. അതിന്റെ ബ്രാക്കറ്റില് ഓരോ ഇൻഡിവിജ്വലും പുറന്തള്ളുന്ന വേസ്റ്റ് ഈസ് അറ്റ് ദ റേറ്റ് ഓഫ് എൻ ആവറേജ് സ്റ്റാൻഡേർഡ് BOD ആണ്. അത് ചോദ്യമാണ്. ഓക്കെ, സോ ഫൈനലി നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് population equivalence signifies the strength of the industrial sewage, hence helps in finding the cost of the treatment of the industrial sewage. ആ ഇൻഡസ്ട്രി അവരുടെ സീവേജിനെ അല്ലെങ്കിൽ വേസ്റ്റിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര പണം മുടക്കേണ്ടി വരും, എത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് യൂണിറ്റുകൾ സ്ഥാപിക്കേണ്ടി വരും എന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് എന്തിനെ ബേസിസിലാണ്? പോപ്പുലേഷൻ ഇക്വാലൻസിനെ ബേസിസിലാണ്. ഒരു തരത്തിൽ പോപ്പുലേഷൻ ഇക്വാലൻസ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? സ്ട്രെങ്ത് ഓഫ് ദ സീവേജ് ആണ്. ഏത് സീവേജ്? ഇൻഡസ്ട്രിയൽ സീവേജ് എത്രത്തോളം സ്ട്രോങ് ആണ്, എത്രത്തോളം വീക്ക് ആണ് എന്നാണ്. ആൻസറിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു ചോദ്യം കൂടി പറയട്ടെ ഇവിടെ. ആവറേജ് റേറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് BOD. ആവറേജ് സ്റ്റാൻഡേർഡ് BOD, അതായത് ഒരാൾ ഒരു ദിവസം എത്ര വേസ്റ്റ് അല്ലെങ്കിൽ BOD പുറന്തള്ളും എന്നുള്ളത് IS കോഡ് സ്പെസിഫൈഡ് ആണ്. ഇറ്റ് ഈസ് 80 gram per capita per day ആണ്. 80 gram per capita per day ആണ്. യൂണിറ്റ് ശ്രദ്ധിക്കണേ, ഗ്രാം ആണ്, കിലോഗ്രാം അല്ല, മില്ലിഗ്രാം അല്ല, ഗ്രാം ആണ്. ഒരാള് യൂണിറ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരാള് ഒരു ദിവസം എത്ര വേസ്റ്റ് പുറത്തു വിടും എന്നാണ് പറയുന്നത്? 80 gram ആണ്. 80 gram ആണ്. ഇത് ചോദിക്കാറുണ്ട്. ദിസ് ഇസ് അനദർ ക്വസ്റ്റ്യൻ. സോ ചോദ്യത്തിലേക്ക് കടക്കാം നമുക്ക്. ഇനി നിങ്ങൾ ആൻസർ പറയൂ. സിമ്പിൾ അല്ലേ? പോപ്പുലേഷൻ ഇക്വാലന്റ് ഈസ് എ മെഷർ ഓഫ് എന്താണ്? സ്ട്രെങ്ത് ഓഫ് സീവേജ്. ഒന്നും കൂടി സ്പെസിഫൈ ചെയ്യാം. സ്ട്രെങ്ത് ഓഫ് ഏത് സീവേജ് ആണ്? ഇൻഡസ്ട്രിയൽ സീവേജ് ആണ്. മനസ്സിലാക്കി പഠിക്കുക കാര്യങ്ങൾ. നോക്കിയേ, എന്താണ്? നിങ്ങളുടെ നാട്ടിൽ ഒരു ഇൻഡസ്ട്രി ഉണ്ട്, 1000 kilogram പുറന്തള്ളുന്നു. അതേ നാട്ടിലെ ഒരാൾ 10 kilogram ആണ് പുറന്തള്ളുന്നതെങ്കിൽ എത്ര ആളുകൾ പുറന്തള്ളുന്ന വേസ്റ്റിന് ഈക്വൽ ആണ് ഈ ഇൻഡസ്ട്രിയൽ വേസ്റ്റ്? 100 ആളുകൾ പുറന്തള്ളുന്ന വേസ്റ്റിന് ഈക്വൽ ആണ്. സാധനം കിട്ടില്ലേ? ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി വളരെ സിമ്പിൾ, ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി. നാട്ടുകാരെ പറയൂ. അക്വാറ്റിക് ലൈഫ് ഇൻ എ സ്ട്രീം ബിഗിൻ ടു റെഡ്യൂസ് ആസ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഡ്രോപ്സ് ബിലോ. നിങ്ങളെ അക്വാറ്റിക് ലൈഫ് വിൽ എന്താണ്? ബിഗിൻ ടു റെഡ്യൂസ് ആണ്, അല്ലെങ്കിൽ അവർ ചത്തൊടുങ്ങാൻ തുടങ്ങും. എപ്പം? വെൻ ദ ഡിസോൾവ്ഡ് ഓക്സിജൻ ഡ്രോപ്സ് ബിലോ. എത്രയാണ് ആൻസർ? ഒരു സംശയം വേണ്ട. ഇത് ബൈ ഡിഫോൾട്ട് വാല്യൂ ആണ്. എത്ര? 4 milligram per liter ആണ്. 4 milligram per liter ആണ്. സോ അഡീഷണൽ പോയിന്റ് നിങ്ങൾക്ക് വേണ്ടി. ഒന്ന്, ദ സാച്ചുറേഷൻ കപ്പാസിറ്റി, ദ സാച്ചുറേഷൻ ലെവൽ ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ, DO എന്ന് എഴുതാൻ എത്രയാണ് വെള്ളത്തില്? 9.2 milligram per liter ആണ്. 9.2 milligram per liter. വെരി ഇമ്പോർട്ടന്റ് വാല്യൂ. ഇനി ഇപ്പൊ പറഞ്ഞ പോയിന്റ് മിനിമം ലെവൽ ഓഫ്, ഇപ്പൊ പറഞ്ഞ പോയിന്റ് എന്താണ്? മിനിമം ലെവൽ ഓഫ് dissolved oxygen for survival of aquatic animals. അങ്ങനെയാണ് ചോദിക്കാറുള്ളത്. സർവൈവൽ ഓഫ് aquatic animals എത്രയാണ്? ഈക്വൽ ടു ഇപ്പൊ പറഞ്ഞു 4 milligram per liter ആണ്. ഇനി വെള്ളത്തിൽ നമ്മൾ എങ്ങനെയാണ് ഡിസോൾവ്ഡ് ഓക്സിജൻ ടെസ്റ്റ് ചെയ്യുക? ദ ടെസ്റ്റ് ആണ്, ഡിസോൾവ്ഡ് ഓക്സിജൻ ടെസ്റ്റ് ആണ്. നെക്സ്റ്റ് നോക്കിയേ, ഒരു പോയിന്റ് പറഞ്ഞാൽ അതിന്റെ ചുറ്റുള്ള എല്ലാ പോയിന്റും കിട്ടണം. അതാണ് ഉദ്ദേശം. അതിൽ കുറഞ്ഞ ഒരു ഉദ്ദേശമില്ല. ടെസ്റ്റ് എന്താണ് ആ ടെസ്റ്റിന്റെ പേര്? ഇറ്റ് ഈസ് ടേംഡ് ആസ് വിംഗ്ലേഴ്സ് ടെസ്റ്റ് ആണ്. എന്താ പരിപാടി? നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യേണ്ട സാമ്പിൾ നിങ്ങൾ എടുത്തു. അതിന്റെ അകത്ത് നിങ്ങൾ മാംഗനീസ് സൾഫൈഡ് വിത്ത് പൊട്ടാസ്യം അയോഡൈഡ് KI ഇൻ എ NaOH സൊല്യൂഷനിൽ നിങ്ങൾ ആഡ് ചെയ്യുന്നു. സോ ഒരു കുപ്പിയിൽ നിങ്ങൾ എന്തെടുത്തു? നിങ്ങളെ ഡിസോൾവ്ഡ് ഓക്സിജൻ ടെസ്റ്റ് ചെയ്യേണ്ട സാമ്പിൾ എടുത്തു. അതിന്റെ അകത്ത് മാംഗനൈസ് സൾഫൈഡ് വെച്ചു, പൊട്ടാസ്യം അയോഡൈഡ് വെച്ചു, എന്താണ് സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ചു. അപ്പൊ നിങ്ങൾക്ക് ഒരു കളർ കിട്ടും. എന്ത് കളർ കിട്ടും? ഇഫ് യു ആർ ഗെറ്റിംഗ് എ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, ശ്രദ്ധിക്കുക, ഇഫ് യു ആർ ഗെറ്റിംഗ് എ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, നിങ്ങൾക്കൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഇതെല്ലാം കൂടി വെച്ച് ഒന്ന് ഷേക്ക് ചെയ്തു. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ നാട്ടുകാരെ, there is no dissolved oxygen. അതിന്റെ അകത്ത് ഡിസോൾവ്ഡ് ഓക്സിജൻ ഇല്ല. സോ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. വിംഗ്ലേഴ്സ് ടെസ്റ്റിന്റെ എൻഡ് റിസൾട്ട് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ there is no dissolved oxygen. ഇനി
അഥവാ നിങ്ങളുടെ precipitate റെഡ് ബ്രൗൺ കളർ ആണെങ്കിൽ, if it is a red brown precipitate ആണെങ്കിൽ, if it is a red brown precipitate ആണെങ്കിൽ പറയൂ, റെഡ് ബ്രൗൺ precipitate ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? യെസ് അവിടെ ഡിസോൾവ്ഡ് ഓക്സിജൻ പ്രസന്റ് ആണ്. ഡിസോൾവ്ഡ് ഓക്സിജൻ പ്രസന്റ് ആണ്. അവിടെ എന്തുണ്ട്? ഡിസോൾവ്ഡ് ഓക്സിജൻ ഉണ്ട്. ഇനി എത്ര ഡിസോൾവ്ഡ് ഓക്സിജൻ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ പറയുന്ന മൊത്തം സൊല്യൂഷനിലേക്ക് എന്തും കൂടി ഒഴിക്കും. ഇപ്പം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഈ മൊത്തം സൊല്യൂഷനിലേക്ക് നിങ്ങൾ സ്റ്റാർച്ച് എന്ത് ചെയ്യും? നിങ്ങൾ ആഡ് ചെയ്യും. സ്റ്റാർച്ച് സ്പെല്ലിംഗ് എന്താണ്? സ്റ്റാർച്ച് നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ അകത്തേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യും? സ്റ്റാർച്ച് നമ്മൾ ആഡ് ചെയ്യും. വെയിറ്റ്, നമ്മൾ ഇതിന്റെ അകത്ത് സ്റ്റാർച്ച് ആഡ് ചെയ്യും. അപ്പൊ മൊത്തം സൊല്യൂഷന്റെ കളർ ബ്ലൂ കളറായി മാറും. ആൻഡ് ഈ പറയുന്ന സൊല്യൂഷനെ നമ്മൾ കളർലെസ് ആകുന്നത് വരെ ശ്രദ്ധിക്കുക കളർലെസ് ആകുന്നവരെ എന്ത് വെച്ചിട്ടാണ് ടൈട്രേറ്റ് ചെയ്യുന്നത്? ചോദ്യമാണത്. യെസ് Na2H2O3 അതിന്റെ കെമിക്കൽ ഫോർമുലയും അറിയണം, അതിന്റെ കെമിക്കൽ നെയിമും അറിയണം. ഇറ്റ് ഈസ് ടേംഡ് ആസ് സോഡിയം തയോസൾഫേറ്റ് എന്നാണ് മറ്റൊരു എക്സാമ്പിൾ ചോദിച്ചിട്ടുള്ളത്. ഇത് മാച്ച് ദ ഫോളോയിങ് ആണ്. അതായത് വിംഗ്ലേഴ്സ് ടെസ്റ്റിലേക്ക് മാച്ച് ദ ഫോളോയിങ് കൊടുക്കേണ്ടത് സോഡിയം തയോസൾഫേറ്റിലേക്കാണെന്ന് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് മറ്റൊരു AE എക്സാമിലെ. ഈസ് ദാറ്റ് ഓക്കെ? സോ നമ്മൾ എവിടെയാ പറഞ്ഞു തുടങ്ങിയത്? aquatic life in a stream start to reduce എപ്പോഴാണ്? when it is less than 4 milligram per liter. സാച്ചുറേഷൻ കപ്പാസിറ്റി എത്രയാണ്? 9.2 milligram per liter. എന്താണ് ടെസ്റ്റ്? വിംഗ്ലേഴ്സ് ടെസ്റ്റ്. ഇതൊക്കെയാണ് റിയേജന്റ്. വൈറ്റ് precipitate വന്നാൽ there is not dissolved oxygen. റെഡ് ബ്രൗൺ precipitate വന്നാൽ there is dissolved oxygen. എത്ര dissolved oxygen ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പോൾ ഉള്ള സൊല്യൂഷനിൽ സ്റ്റാർച്ച് ഇടുക. മൊത്തം സാധനം ബ്ലൂ കളർ ആവും. കളർലെസ് ആകുന്നവരെ നിങ്ങൾ സോഡിയം തയോസൾഫേറ്റ് വെച്ച് ടൈട്രേറ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഇതാണ് ടെസ്റ്റ്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് വേണ്ടി ക്വസ്റ്റ്യൻ നമ്പർ 78 ന്യൂമറിക്കൽ ആണ്. ഈ ന്യൂമറിക്കൽ ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾക്ക് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് യൂണിറ്റ് വെച്ച് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുക. കപ്പാസിറ്റി ഓഫ് എ പ്രൈമറി സെറ്റിലിംഗ് ടാങ്ക് to treat a sewage of 12 million liters per day 12 million liters per day by assuming a detention period of 2 hours 2 hours ആണ്. സോ എന്താ വന്നിട്ടുള്ളത്? discharge is given. Q is equal to എത്രയാണ്? 12 into 12 million അല്ലേ? മില്യൺ എന്ന് വെച്ചാൽ 10 raised to 6 ലിറ്റർ പെർ എന്താണ് വന്നിരിക്കുന്നത്? ലിറ്റർ പെർ ഡേ ആണ്. ആയിക്കോട്ടെ. ആൻഡ് എത്രയാണ് ഡിറ്റൻഷൻ ടൈം വന്നിരിക്കുന്നത്? 2 hour ആണ്. ആൻഡ് ടൈം ഈസ് ഗിവൺ that is equal to 2 hours ആണ്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹലോ ഒന്ന് പറയാമോ? കപ്പാസിറ്റി അല്ലേ? നോക്കിയാ എല്ലാത്തിന്റെയും യൂണിറ്റ് എന്താണ്? മീറ്റർ ക്യൂബ്. അതായത് വോളിയം അല്ലേ കണ്ടുപിടിക്കേണ്ടത്? വോളിയം. അതായത് we need to find out volume in meter cube. ഓക്കെ, എന്താണ് ഇക്വേഷൻ? എന്നറിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്ത് ചെയ്താൽ മതി നിങ്ങള്? നമുക്കറിയാം 1 liter is equal to 10 raised to minus 3 meter cube ആണ്. 10 raised to minus 3 meter cube ആണ്. ഇത് ഓർമ്മയില്ലാത്തവർക്ക് വേണ്ടി ഒരു ഉടായ്പ പറയാണ്. നിങ്ങൾക്കറിയാം, ഇത് ഓർമ്മയില്ലാത്തവർക്ക് വേണ്ടി ഒരു ഉടായ്പ പറയാണ്. ഒരു ടാങ്ക് എടുത്തോളൂ. ടാങ്ക് ഇതാ ടാങ്ക് ആണ്. അതിന് 3 dimensional വ്യൂ വരച്ചേ. അതിന് 3 dimensional വ്യൂ എന്ന് വരച്ചേ. 3 dimensional വ്യൂ. ഇതാണ് ടാങ്ക് അല്ലേ? ടാങ്ക് ആണിത്. അത് 3 dimensional വ്യൂ വരച്ചിരിക്കുകയാണ്. ആഹാ, എന്താ ടാങ്ക് പോലെ തോന്നില്ലേ? ഏകദേശം ടാങ്ക് ആണ്. നോക്കിയേ, അതിന്റെ വോളിയം നിങ്ങൾ എന്താ പറയാ? മീറ്റർ ക്യൂബ് എന്നല്ലേ പറയാ. ഈ ടാങ്കിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വെള്ളം നിറയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലെ? ദിസ് മച്ച് വെള്ളം ഈ മീറ്റർ ക്യൂബ് എന്ന് പറയുന്ന ടാങ്കിലേക്ക് നിങ്ങൾക്ക് ലിറ്റർ കണക്കിന് വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ അല്ലെ? അല്ലാണ്ട് ലിറ്ററിലേക്ക് ഈ മീറ്റർ ക്യൂബിന് കണക്ക് വെള്ളം ഒഴിക്കാൻ പറ്റുമോ? ഇല്ല. ടാങ്ക് എന്ന് പറയുന്ന സാധനത്തിന്റെ ഒരു ക്യൂബാണ്. ആ ക്യൂബിന്റെ വോളിയം മീറ്റർ ക്യൂബാണ്. അങ്ങനെയുള്ള ടാങ്കിന്റെ അകത്തേക്കേ എന്തൊഴിക്കാൻ പറ്റുള്ളൂ? വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ. ലിറ്റർ കണക്കിന് വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തിരിച്ചു പറയൂലല്ലോ, ലിറ്റർ കണക്കിന് യൂണിറ്റ് ഉള്ള ടാങ്കിലേക്ക് മീറ്റർ ക്യൂബ് കണക്കിന് വെള്ളം ഒഴിക്കാൻ പറ്റുമെന്ന് പറയില്ലല്ലോ. ഇല്ല, മീറ്റർ ക്യൂബ് കണക്കുള്ള ആ ടാങ്കിൽ ലിറ്റർ കണക്കിന് വെള്ളം ഒഴിക്കാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ ഓർക്കണം, 1 മീറ്റർ ക്യൂബാണ് എന്ത്? 1000 ലിറ്റർ എന്നത് ഓർക്കാൻ പറ്റണം. അല്ലാതെ 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 1000 മീറ്റർ ക്യൂബ് എന്ന് മാറിപ്പോകാതെ ഓർക്കണം. അതിനു വേണ്ടിയാണ് ഈ ചളി പറഞ്ഞത്. 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്ന
ടാങ്കിലേക്ക് 1000 ലിറ്റർ വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ. സോ ഓർക്കാൻ എന്ത് എളുപ്പമാണ്, 1 മീറ്റർ ക്യൂബ് ആണ് എന്ത്, യെസ് 1000 ലിറ്റർ, ദാറ്റ് ഈസ് 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 10⁻³ മീറ്റർ ക്യൂബ് ആണ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നോക്കി ഒന്ന് കൺവേർട്ട് ചെയ്തേ. സോ ദിസ് വിൽ ബി ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 10⁻�6 ലിറ്ററിന് വേറെ എന്ത് കൊടുക്കാം, 10⁻³ കൊടുക്കാം. സോ ഇൻറ്റു 10⁻³ മീറ്റർ ക്യൂബ് പെർ ഡേ ആയി മാറി. ഓക്കെ അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 10⁻³ മീറ്റർ ക്യൂബ് പെർ ഡേ ആണ്. ഓക്കെ, ഇതിൽ ഞാൻ ചെറുതാക്കി ഒന്നുകൂടി മാറ്റി 12 ഇൻറ്റു 10⁻³ മീറ്റർ ക്യൂബ് ആണ് ഡിവൈഡ് ബൈ 24 അവർ എന്നാക്കി. കാരണം 1 ഡേ ഈസ് ഈക്വൽ ടു നിങ്ങളുടെ നാട്ടിൽ എന്താണ്, 1 ഡേ ഈസ് ഈക്വൽ ടു 24 അവർ ആണ്. 24 അവർ ആണ്. ക്ലിയർ അല്ലേ? നോക്കിയേ ഇപ്പൊ എന്താ ഉള്ളത്, there is a discharge and we are having time ആണ്. നിങ്ങൾ നോക്കിയേ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക, ക്യൂ ഇൻറ്റു ടൈം ചെയ്താൽ എന്താ വരുന്നത്, ക്യൂവിന്റെ യൂണിറ്റ് എന്താണ്, ക്യൂവിന്റെ യൂണിറ്റ് എന്താണ്, യെസ് മീറ്റർ ക്യൂബ് പെർ അവർ ആണ്. ടൈമിന്റെ യൂണിറ്റ് എന്താണ്, അവർ ആണ്. അവറും അവറും ക്യാൻസൽ ചെയ്താൽ ഫൈനൽ യൂണിറ്റ് എന്താണ്, മീറ്റർ ക്യൂബ് ആണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, വോളിയം ആണ്. എന്തോ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് അറിയേണ്ട ആവശ്യമുണ്ടോ, എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് അറിയേണ്ട ആവശ്യമുണ്ടോ, ഇല്ല ഇല്ല. സോ വോളിയം ഈസ് ഈക്വൽ ടു ഡിസ്ചാർജ് ഇൻറ്റു ടൈം ആണ്. ഡിസ്ചാർജ് നമ്മളിപ്പോ കണ്ടുപിടിച്ച് എത്രയാണ്, യെസ് 12 ഇൻറ്റു 10⁻³ മീറ്റർ ക്യൂബ് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡിവൈഡ് ബൈ എത്രയാണ്, 24 അവേഴ്സ്. നമ്മൾ ഡേനെ മാറ്റി 24 അവർ എന്നാക്കി ഇൻറ്റു 2 അവർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പല്ലേ ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ 2 അവറും 24 അവറും ക്യാൻസൽ ചെയ്താൽ 12 ആയി. 12 ക്യാൻസൽ ആയാൽ ബാക്കി ആൻസർ എത്രയാണ്, 10⁻³ മീറ്റർ ക്യൂബ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 മീറ്റർ ക്യൂബ്. ഓപ്ഷൻ ഉണ്ടോ, ഓപ്ഷൻ ഉണ്ടോ, ഓപ്ഷൻ ഇല്ലേ, ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ഓപ്ഷൻ ഡി. വളരെ സിമ്പിൾ ആണ്. നോക്കിയാൽ എല്ലാവർക്കും അറിയാം വോളിയം ഈസ് ഈക്വൽ ടു ഡിസ്ചാർജ് ഇൻറ്റു ടൈം ആണ്. അത് വോളിയം ഈക്വൽ ടു ഡിസ്ചാർജ് ടൈം ആണ്. അഥവാ നിങ്ങൾക്ക് ഈ പറയുന്ന സാധനം അറിയില്ലെങ്കിലും നമുക്ക് ഇങ്ങനെ ഗുണമുണ്ട്, തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സിന്റെ യൂണിറ്റ് അനുസരിച്ച് കിട്ടേണ്ട ആൻസറിന്റെ യൂണിറ്റ് അനുസരിച്ച് അവരെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ സാധനം കിട്ടും. അങ്ങനെ ഒരു ഉഡായിപ്പ് പരിപാടിയും കൂടി ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. യെസ്, നെക്സ്റ്റ് നോക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ 79. അതായത് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 79 നിങ്ങൾക്ക് വേണ്ടി. an Imhoff tank, yes, in Imhoff tank the incoming sewage allowed to mix with the settled sludge, not allowed to mix, allowed to mix with the activated sludge, not allowed to mix with the activated sludge. എന്താണ് Imhoff tank? സെപ്റ്റിക് ടാങ്കിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ്. യെസ്, സെപ്റ്റിക് ടാങ്കിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ് Imhoff tank എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ 2 സ്റ്റോറി. യെസ്, എന്താണ് Imhoff tank? ഞാൻ എഴുതാം. ഇറ്റ് ഈസ് എ 2 സ്റ്റോറി, യെസ് 2 സ്റ്റോറി സെഡിമെന്റേഷൻ യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് യൂണിറ്റ് ആണ്. ഇറ്റ് ഈസ് എ 2 സ്റ്റോറി, യെസ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് ആണ്. ഇറ്റ് ഈസ് എ 2 സ്റ്റോറി ട്രീറ്റ്മെന്റ് യൂണിറ്റ് ആണ്. വേർ ഞാൻ വരയ്ക്കാം, എന്നിട്ട് പറയാം. നോക്കിയേ, 2 നിലയുള്ള 2 നില, അതായത് ഏകദേശം ഇങ്ങനെയാണ്, ഏകദേശം ഇങ്ങനെയാണ് വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇതാണ് ഒരു ചാമ്പർ. ഇതാണ്, ഇതിന്റെ അകത്ത് വേറൊരു ചാമ്പർ ഉണ്ട്. യെസ്, ഇതിന്റെ അകത്ത് വേറൊരു ചാമ്പർ ഉണ്ട്. ആ ചാമ്പർ ഏകദേശം ഇങ്ങനെയാണ്, ചാമ്പർ ഇങ്ങനെയാണ്. സോ എന്താ വരച്ചിരിക്കുന്നത്, ദിസ് ഇസ് എ ക്രോസ് സെക്ഷൻ ആണ് വരച്ചിരിക്കുന്നത്. ടാങ്കിന്റെ ക്രോസ് സെക്ഷൻ ആണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ടോപ്പ്. ഓക്കെ, ഇതാണ് ചാമ്പർ നമ്പർ 1, ഇതാണ് ചാമ്പർ നമ്പർ 2. യെസ്, ചാമ്പർ നമ്പർ 1ന്റെ പേരെന്താണ്, അവിടെയാണ് സെറ്റിലിംഗ് നടക്കുക. ഇറ്റ് ഈസ് ടേംഡ് ആസ് സെറ്റിലിംഗ് ചാമ്പർ ആണ്. ഇറ്റ് ഈസ് ടേംഡ് ആസ് സെറ്റിലിംഗ് ചാമ്പർ ആണ്. രണ്ടാമത്തെ ചാമ്പറിന്റെ പേരെന്താണ്, ഇറ്റ് ഈസ് ടേംഡ് ആസ് ഡൈജഷൻ ചാമ്പർ ആണ്. ഡൈജഷൻ ചാമ്പർ ആണ്. എന്താ സംഭവം എന്നറിയോ, നോക്കിയേ, ഈ പറയുന്ന നിങ്ങൾ കാണുന്ന സ്ക്രീനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫ്ലോ നടക്കുന്നത്. ഓക്കെ, സോ ഫ്ലോ നടക്കുന്നത് എങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ഡോട്ട് കാണിക്കുകയാണ്. ഫ്ലോ നടക്കുന്നത് ഈ പറയുന്ന സ്ക്രീനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്, നമ്മുടെ സ്ക്രീനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫ്ലോ നടക്കുന്നത്. സോ എന്താ സംഭവിക്കാൻ പോകുന്നത് ഇവിടെ, ഹലോ എന്താ ഇവിടെ സംഭവിക്കാം, ഈ പറയുന്ന നിങ്ങളുടെ വേസ്റ്റ് വാട്ടറിലെ സോളിഡ്സ്, അതായത് സ്ലഡ്ജുകൾ എന്ത് ചെയ്യും, ഇവിടുന്ന് താഴെ ഉരുണ്ട് എവിടെയാ അവരൊക്കെ ഡൈജസ്റ്റ്, അവിടെ എവിടെയാണ് വരിക, യെസ് അവര് അതിന്റെ അകത്ത് നിൽക്കൂല, അവർ ഇതിന്റെ അകത്തേ വന്നു വീഴും. അതായത് ഫസ്റ്റ് സെറ്റിലിംഗ് നടക്കുന്നത് ഇവിടെയായിരിക്കും. ഇവിടെയാണ് ഈ പറയുന്ന സ്ലഡ്ജിന്റെ സെറ്റിലിംഗ് നടക്കുന്നത്. അത് കുറച്ചു കഴിഞ്ഞാൽ ഇവിടേക്ക് താഴേക്ക് വീഴും. എന്നിട്ട് ഇവിടെ കിടന്നാണ് അവരുടെ എന്ത് നടക്കാൻ പോകുന്നത്, ഡൈജഷൻ നടക്കാൻ പോകുന്നത്. അവിടെ കിടന്നാണ് അവരുടെ എന്ത് നടക്കുന്നത്, ഡൈജഷൻ നടക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഈ പറയുന്ന ഇംഹോഫ് ടാങ്കിൽ സെറ്റിലിംഗ് നടക്കുന്നത് വേറെ ഒരു ചാമ്പറിലാണ്. അത് കഴിഞ്ഞ്
സെറ്റിലായ സോളിഡ്സിന്റെ ഡൈജഷൻ നടക്കുന്നത് വേറെ ഒരു ചാമ്പറിലാണ്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് എ 2-story chamber in which settling and digestion takes place in different chambers. Settling and digestion takes place in different chambers. അതായത് സെറ്റിലായ സ്ലഡ്ജിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ അലൗ ചെയ്യുന്നില്ല, മിക്സ് ചെയ്യാൻ അലൗ ചെയ്യുന്നില്ല. സോ വാട്ട് ഇസ് ദ ആൻസർ? ക്വസ്റ്റ്യൻ നമ്പർ 79 നിങ്ങൾ പറഞ്ഞേ യെസ് ദ ഇൻകമിംഗ് സീവേജ് ഈസ് നോട്ട് അലൗഡ് ടു മിക്സ് വിത്ത് ദ സെറ്റിൽഡ് സ്ലഡ്ജ് ആണ്. സെറ്റിലായ സ്ലഡ്ജുമായിട്ട് സീവേജിനെ മിക്സ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. ബിക്കോസ് ദേ ആർ ഒക്കറിംഗ് ഇൻ 2 different chambers. സെറ്റിൽ നടക്കുന്നത് വേറെ സ്ഥലത്ത് മീൻസ് വേറെ ചാമ്പറിൽ. യെസ്, ഡൈജഷൻ നടക്കുന്നത് വേറെ ചാമ്പറിൽ. പോയിന്റ് ഓക്കെ അല്ലേ? യെസ്. അവസാനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി. ക്വസ്റ്റ്യൻ നമ്പർ 80 സർവേയിലെ 10ാമത്തെ ക്വസ്റ്റ്യൻ, സർവേ അല്ല, എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിലെ 10ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി. LSTDAയിലെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി. പറയൂ. ഇൻ ആൻ അപ്ഫ്ലോ എനേറോബിക് സ്ലഡ്ജ് ബ്ലാങ്കറ്റ് റിയാക്ടർ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ, UASBR എന്ന് ചുരുക്കി നമ്മൾ പറയാറുണ്ട്. UASBR എന്ന് നമ്മൾ ചുരുക്കി പറയാറുണ്ട്. യെസ്, in an upflow anaerobic sludge blanket reactor, the ratio of reactor volume to flow rate എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ തന്നെ കാര്യങ്ങൾ പിടിയിട്ട് ഫ്ലോ റേറ്റ് എന്നാണ് പറയുന്നത്. എടാ, ഫ്ലോ എന്ന് പറയുന്നത് വെള്ളത്തിന്റെ ഫ്ലോ അല്ല ഉദ്ദേശിക്കുന്നത്. യെസ്, ഫ്ലോ റേറ്റ് എന്നാണ്. അതായത് റേഷ്യോ ഓഫ് വോളിയം എന്താ ചോദിച്ചിരിക്കുന്നത്? റേഷ്യോ ഓഫ് വോളിയം ഡിവൈഡ് ബൈ ഡിസ്ചാർജ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, വോളിയത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് ആണ്, ഡിസ്ചാർജിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. സോ എന്ത് ക്യാൻസൽ ആവും? മീറ്റർ ക്യൂബ് ക്യാൻസൽ ആയി അവസാനം സെക്കൻഡ്സ് അല്ലേ കിട്ടുക? സെക്കൻഡ്സ് അല്ലേ എന്ന് വെച്ചാൽ അത് ടൈം അല്ലേ കിട്ടുക? ശരിയാണ്, സമയമാണ് കിട്ടുക. ഓപ്ഷൻ വായിച്ചേ. There is a hydraulic retention time, solid retention time, sludge retention time, blanket retention time. ഇത് ഫ്ലോനെ കുറിച്ചാണ് പറയുന്നത്. സോ എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഹൈഡ്രോളിക് റിട്ടൻഷൻ ടൈം എന്ന് ആലോചിക്കാൻ പറ്റും. 4ാം ക്ലാസ്സും ഗുസ്തിയാണ്. ഹൈഡ്രോളിക് റിട്ടൻഷൻ ടൈം. ഓക്കെ, ഒന്നുകൂടി വായിച്ചത്. റേഷ്യോ ഓഫ് റിയാക്ടർ വോളിയം ടു ദ ഫ്ലോ റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫ്ലോ റേറ്റ് ഏതിന്റെ? വെള്ളത്തിന്റെ. ഓക്കെ അല്ലെ? സോ ഹൈഡ്രോളിക് റിട്ടൻഷൻ ടൈം ആണ്. എന്താണ് സോളിഡ് റിട്ടൻഷൻ ടൈം? എന്താണ് സ്ലഡ്ജ് റിട്ടൻഷൻ ടൈം? എത്രത്തോളം സമയം നിങ്ങളെ സോളിഡ്സ് നിങ്ങളെ ടാങ്കിൽ നിൽക്കുന്നു, എത്രത്തോളം സമയം നിങ്ങളെ സോളിഡ്സ് അല്ലെങ്കിൽ സ്ലഡ്ജ്, അതിന് ചില സമയങ്ങളിൽ നമ്മൾ മൈക്രോ ഓർഗാനിസം എന്ന് പറയാറുണ്ട്. നമ്മൾ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിൽ അത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ആ ഒരു അവസരത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. സോ സോളിഡ് റിട്ടൻഷൻ ടൈമും സ്ലഡ്ജ് റിട്ടൻഷൻ ടൈമും എന്ന് വെച്ചാൽ എന്താണ്? ഹൗ മച്ച് ടൈം യുവർ സോളിഡ്സ് അല്ലെങ്കിൽ സ്ലഡ്ജ് റീറ്റെയിനിങ് ഇൻ എ ട്രീറ്റ്മെന്റ് യൂണിറ്റ്. ക്ലിയർ അല്ലേ? സോ വെരി സിമ്പിൾ ആണ്. യെസ്, നമ്മള് കുറച്ച് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളും കൂടി പറഞ്ഞു, അതുകൊണ്ടാണ് ഇത്ര സമയം എടുത്തത്. ക്ലിയർ അല്ലേ? അങ്ങനെ ആയിരിക്കണം നമ്മുടെ പരിപാടി. സൈലം ടെക്നിക്കലിന്റെ ഓഫ്ലൈൻ ബാച്ച് ലോഞ്ച് ചെയ്യാണ്. യെസ്, ജനുവരി 25 കാലിക്കറ്റ് മാവൂർ റോഡ് സൈലം ക്യാമ്പസിൽ. എല്ലാവരും ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. ബെസ്റ്റ് കണ്ടന്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നാട്ടിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കണ്ട് തഴമ്പ് വരണം. സോ ദാറ്റ് എക്സാം ഹോളിൽ നമുക്ക് ഞെട്ടലുണ്ടാവരുത്. യെസ്, നിങ്ങൾക്ക് വേണ്ടി സൈലം ടെക്നിക്കലിന്റെ ഭാഗത്തു നിന്നും ഓൺലൈൻ ബാച്ചസും നമ്മൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ജനുവരി 15 ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. യെസ്, ഇപ്പോഴും ഏർലി ബേർഡ് ഓഫർ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. നമുക്ക് ഇത്തവണ ക്രാക്ക് ചെയ്യണം AE എക്സാംസുകൾ. ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റു ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും അടുത്ത സെഷനിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.